Hi everyone, today we are going to deal with another important topic for your university examination, that is peptic ulcer from pharmacology. By definition, എന്താണ് പെപ്റ്റിക് അൾസർ? സ്റ്റൊമക്കിന്റെ മ്യൂക്കോസൽ ലൈനിങ്ങിൽ ഒരു ബ്രേക്ക് വരിക, അതിനെ നമ്മൾ എന്ത് പറയും? ഗ്യാസ്ട്രിക് അൾസർ എന്ന് പറയും. അല്ലെങ്കിൽ ഡിയോഡിനത്തിന്റെ മ്യൂക്കോസയിൽ ഒരു ബ്രേക്ക് വരിക, അതിന് നമ്മൾ ഡിയോഡിൻ അൾസർ എന്ന് പറയും. എന്നിട്ട് ഈ അൾസർ എന്ത് ചെയ്യും? പെനിട്രേറ്റ് ചെയ്ത് സബ് മ്യൂക്കോസ വരെ എത്തുന്നു. A break in the mucosal lining of the stomach, that is a gastric ulcer, or duodenum, that is a duodenal ulcer extending into the submucosa. അതിനെയാണ് നമ്മൾ പെപ്റ്റിക് അൾസർ ഡിസീസ് അല്ലെങ്കിൽ ആസിഡ് പെപ്റ്റിക് ഡിസീസ് നമ്മൾ വിളിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞ പോലെ മെയിൻലി രണ്ടാണ്, നമ്മളിവിടെ 3 ടൈപ്പ് ഓഫ് എന്ന് പറയുന്നുണ്ട് പെപ്റ്റിക് അൾസർ പറയുന്നുണ്ട്. ഗ്യാസ്ട്രിക് അൾസർ, ഡിയോഡിനൽ അൾസർ ആൻഡ് സ്ട്രെസ് അൾസർ. അതിൽ ഡിയോഡിനൽ ആൻഡ് ഗ്യാസ്ട്രിക് അൾസർ നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാമെന്ന് നന്നായിട്ട് അറിയണം. The pain worsens with eating. ഭക്ഷണം കഴിക്കുന്തോറും വേദന കൂടിക്കൂടി വരുന്ന ഒരു ടൈപ്പ് ഓഫ് അൾസർ ആണ് ഇത്, ഗ്യാസ്ട്രിക് അൾസർ. എന്നാൽ ഭക്ഷണം കഴിച്ചു കഴിയുമ്പം നമ്മുടെ വേദന കുറയുന്നുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പ് അൾസർ ആയിരിക്കും? ഡിയോഡിനൽ അൾസർ ആയിരിക്കും. ഇനി സ്ട്രെസ് അൾസർ എന്താണ്? ഡ്യൂ ടു ക്രിട്ടിക്കൽ ഇൽനെസ്, ബേൺസ്, കേളിങ്സ് ഓർ CNS ഇഞ്ചുറി, കുഷിങ്സ്. അതായത് എന്തെങ്കിലും ഒരു പ്രത്യേക പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് അൾസറുകൾ വരിക, വളരെ സ്ട്രെസ്ഫുൾ ആയ കണ്ടീഷൻ നമ്മുടെ ശരീരത്തിൽ വരുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അൾസറാണ് സ്ട്രെസ് അൾസേഴ്സ്. ഇനി കമ്മിങ് ടു ദി എറ്റിയോളജി, എന്താണ് ഈ പെപ്റ്റിക് അൾസർ ഡിസീസിന്റെ പ്രൈമറി കോസ്? 80% ഗ്യാസ്ട്രിക്കും 90% ഡുവോഡിനൽ അൾസേഴ്സിന്റെയും കാരണം എച്ച് പൈലോറി ഇൻഫെക്ഷൻ ആണ്, അല്ലെങ്കിൽ ഹെലിക്കോബാക്ടർ പൈലോറി എന്ന ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ കാരണമാണ്. കൂടാതെ നോൺ സ്റ്റെറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, NSAIDs നമ്മൾ പറയും, അവരെന്ത് ചെയ്യും? സൈക്ലോ ഓക്സിജനേസ് പാത്വേയിലെ COX-1, അതാണ് സൈക്ലോ ഓക്സിജനേസ്, ആ COX-1 എന്ന് പറയുന്ന എൻസൈമിനെ എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസ്റ്റാഗ്ലാൻഡിൻസിന്റെ സിന്തസിസ് എന്ത് ചെയ്യും? നടക്കില്ല. അതുവഴി എന്ത് സംഭവിക്കും? നമുക്ക് പെപ്റ്റിക് അൾസർ ഡിസീസ് വരാം. ഇനി വേറെയുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സ്മോക്കിംഗ്, ആൽക്കഹോളിസം, സ്ട്രെസ്, സോൾഡിംഗർ എല്ലിസൺ സിൻഡ്രോം, അതൊക്കെയാണ്. ഇതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽ നമ്മൾ പറയും. ഇനി coming to the pathophysiology of the acid peptic disease. ശരിക്കും ഒരു ഇംബാലൻസ് ആണ് എന്തിന്റെ? കുറെ അഗ്രിവേറ്റിംഗ് ഫാക്ടേഴ്സിന്റെയും റിലീവിംഗ് ഫാക്ടേഴ്സിന്റെയും തമ്മിലുള്ള ഒരു ഇംബാലൻസ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ ആസിഡ് പെപ്റ്റിക് ഡിസീസിനെ നമ്മൾ കൂട്ടുക? ശരിക്കും ആസിഡ്, പെപ്സിൻ, ഹെലിക്കോബാക്ടർ പൈലോറി, NSAIDs ഇവരൊക്കെ കൂട്ടും. അപ്പം ഇവരുടെ ഉപയോഗവും ഡിഫൻസീവ് മെക്കാനിസംസ് ഏതൊക്കെയാ? മ്യൂക്കസ് മെംബ്രെയിന്, ബൈകാർബണേറ്റ്സ്, ബ്ലഡ് ഫ്ലോ, പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. ഇവർ തമ്മിലൊരു ഇംബാലൻസ് വരുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് പെപ്റ്റിക് അൾസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഹെലിക്കോബാക്ടർ പൈലോറി എന്താ ചെയ്യുന്നത്? ശരിക്കും അവര് യൂറിയേസ് എന്ന് പറയുന്ന എൻസൈമിനെ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. അത് അവിടെ ഒരു ആൽക്കലൈൻ എൻവിറോൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ആൽക്കലൈൻ എൻവിറോൺമെന്റ് നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിനെ ഹാം ചെയ്യും. അങ്ങനെയാണ് പെപ്റ്റിക് അൾസർ കോസ് ചെയ്യുന്നത്, ഒരു മ്യൂക്കോസൽ ഡാമേജ്. ഇനി കമ്മിങ് ടു ദ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, നമ്മൾ എങ്ങനെയാണ് ഒരു പേഷ്യന്റ് വരിക പെപ്റ്റിക് അൾസർ ആണെന്ന് പറഞ്ഞാൽ? എപ്പിഗാസ്ട്രിക് റീജിയൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നമ്മുടെ അംബിലിക്കസിന്റെ മുകളിലുള്ള ഈ റീജിയൻ ആണ് എപ്പിഗാസ്ട്രിക് റീജിയൻ. അപ്പൊ അവിടെ ഭയങ്കര വേദന എന്ന് പറയുന്നത്. അപ്പൊ എപ്പിഗാസ്ട്രിക് ബേണിംഗ് സെൻസേഷൻ ഓഫ് പെയിൻ, ഭയങ്കര എരിച്ചില്. പിന്നെ ബ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിൽ മൊത്തം ഗ്യാസ് കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ. പിന്നെ ന്യൂസിയ, വൊമിറ്റിംഗ് ടെൻഡൻസി, അല്ലെ? ഇനി എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ്? ഹെമറ്റമിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൊമിറ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് കാണാം. മെലീന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലാക്ക് ടാറി സ്റ്റൂൾസ് ആണ്. പിന്നെ പെർഫറേഷൻസ് കാണാം, ഹോൾസ് കാണാം. അതായത് പിന്നെ ഗ്യാസ്ട്രിക് ഔട്ട്ലെറ്റ് ഒബ്സ്ട്രക്ഷൻ, നമ്മുടെ ഗ്യാസ്ട്രിക് സ്റ്റൊമക്കിൽ നിന്ന് പോകുന്നില്ല, ഡിയോഡിനത്തിലേക്ക് പോകുന്നില്ല, ഔട്ട്ലെറ്റ് ഒബ്സ്ട്രക്ഷൻ വരുന്നു. ഇതെല്ലാമാണ് കോംപ്ലിക്കേഷൻസ്. എങ്ങനെ ഇവരെ നമുക്ക് ട്രീറ്റ് ചെയ്യാം? ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്. അത് അറിയുന്നതിന് മുമ്പ് ഈ മെക്കാനിസം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നോക്കണം, ആ കാണിച്ചിരിക്കുന്ന സെല്ലാണ് നമ്മുടെ പരൈറ്റൽ സെല്ല്. നമുക്കറിയാം പരൈറ്റൽ സെല്ലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? HCl പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലേ? യെസ്. അത് നിങ്ങൾ കണ്ടോ? ആ നടുക്കായിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് H+K+ATPase എന്ന് പറയുന്ന ഒരു പമ്പ്. പക്ഷെ ഇതൊരു പമ്പാണ്, അതിൻ്റെ പ്രോട്ടോൺ പമ്പാണ്. അപ്പം ഈ പ്രോട്ടോൺ പമ്പാണ് H+നെ ലുമനിലേക്ക് കടത്തി വിടുന്നത്. ഒരു K+നെ ഉള്ളിലേക്ക് വിടുമ്പോൾ ഒരു H+ പുറത്തേക്ക് വിടും. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആ ലുമനിലെ H+ന്റെ അളവ് കുറയ്ക്കണം. അപ്പൊ അതിന് എന്ത് ചെയ്താൽ മതി?
ആ പ്രോട്ടോൺ പമ്പിനെ ഇൻഹിബിറ്റ് ചെയ്താൽ മതി. അപ്പം അങ്ങനെ കൊടുക്കുന്ന നമ്മൾ മരുന്നിനെ നമ്മൾ എന്താ വിളിക്കുക? പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്. മനസ്സിലായോ? H+K+ATPase എന്ന പമ്പിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന ഡ്രഗുകളാണ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്. അവരാണ് ദ മോസ്റ്റ് എഫിക്കസി കാണിക്കുന്നത് അവരാണ്. രണ്ടാമത് നിങ്ങൾ കണ്ടോ M3 എന്നുള്ള റിസപ്റ്റർ കണ്ടോ? അതെന്ന് പറഞ്ഞാൽ കോളിനർജിക് അഗനിസ്റ്റ്. അതായത് അസറ്റൈൽ കോളിൻ അവിടെ ഒന്ന് ബൈൻഡ് ചെയ്യും. നമുക്കറിയാം അസറ്റൈൽ കോളിന് എത്ര റിസപ്റ്റേഴ്സ് ഉണ്ട്? മസ്കാരനിക് ഉണ്ട്, നിക്കോട്ടിനിക് ഉണ്ട്. ഇതിൽ മസ്കാരനിക് റിസപ്റ്റേഴ്സ് ആണ് M1, M2, M3, M4, M5. M3 ആണ് സെക്രീഷൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ M3 റിസപ്റ്റേഴ്സ് ആണ് നമ്മുടെ പരൈറ്റൽ സെല്ലിലുള്ളത്. ഈ M3 റിസപ്റ്റേഴ്സിൽ പോയിട്ട് അസറ്റൈൽ കോളിൻ പോയിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത് കാൽഷ്യം ചാനൽ ഓപ്പൺ ചെയ്ത് നമ്മുടെ പ്രോട്ടോൺ പമ്പിനെ ആക്ടിവേറ്റ് ചെയ്ത് H+നെ റിലീസ് ചെയ്യും. അപ്പം അവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ കോളിനർജിക്സിന് നമുക്ക് എന്ത് ചെയ്യണം? അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കും? ആന്റി കോളിനർജിക്സ് നമുക്ക് യൂസ് ചെയ്താൽ മതി. മനസ്സിലായോ? അടുത്തെന്ന് പറഞ്ഞാൽ ഇതുണ്ട് H2 റിസപ്റ്റേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. H2 റിസപ്റ്റേഴ്സ് ആണ് നമ്മുടെ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുന്നത്. നമ്മുടെ ഹിസ്റ്റമിൻ പോയിട്ട് ആക്ട് ചെയ്യുന്ന റിസപ്റ്ററാണ് H2 റിസപ്റ്റേഴ്സ്. ഈ H2 എന്ത് ചെയ്യുന്നു? റിസപ്റ്റേഴ്സിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ സൈക്ലിക് AMP വഴി കാൽഷ്യത്തെ പ്രൊഡ്യൂസ് ചെയ്ത് അവരെന്ത് ചെയ്യുന്നു? നമ്മുടെ H+K+ പമ്പ് വഴി H+നെ നമ്മുടെ പ്രോട്ടോണിനെ ലുമനിലേക്ക് എത്തിക്കുന്നു. വേറെ വഴി എന്ന് പറയുന്നത് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഇൻഹിബിറ്റ് ചെയ്യും. ആ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്ക് സെക്രീഷൻസ് കുറയ്ക്കാൻ പറ്റും. അടുത്തതെന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രിൻ എന്ന് പറഞ്ഞാൽ ഹോർമോൺ. നമ്മുടെ ഭക്ഷണം കഴിക്കാറാവും, ഫുഡിന്റെ സ്റ്റിമുലസ് വരുമ്പം ഗ്യാസ്ട്രിൻ ഹോർമോൺ റിലീസ് ചെയ്യും. ആ സമയത്തും നമുക്ക് പ്രൊമോഷനാണ് വരുന്നത്. അതായത് സഹായിക്കുകയാണ്, സ്റ്റിമുലേഷനാണ് ചെയ്യുന്നത് നമ്മുടെ ആസിഡ് സെക്രീഷൻ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പം പ്രോട്ടോൺ പമ്പിനെ ഇൻഹിബിറ്റ് ചെയ്യാം. അടുത്ത മസ്കാരിക് റിസപ്റ്റേഴ്സിൽ ആക്ട് ചെയ്യുന്ന കോളിനർജിക്സ്. അപ്പം നമ്മൾ അതിന് അഗെയിൻസ്റ്റ് ആന്റി കോളിനർജിക്സ് നമ്മൾ കൊടുക്കും. H2 റിസപ്റ്റേഴ്സ് ഹിസ്റ്റമിൻ ആക്ട് ചെയ്യും. അപ്പം ആന്റി ഹിസ്റ്റമിൻസ് നമുക്ക് കൊടുക്കാം. പ്രോസ്റ്റാഗ്ലാൻഡിൻ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പം നമ്മളതിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പ്രോസ്റ്റാഗ്ലാൻഡിൻസ് നമ്മൾ കൊടുക്കും. മനസ്സിലായി? പ്രോസ്റ്റാഗ്ലാൻഡിൻ കൊടുത്താൽ എന്ത് പറ്റും? നമ്മുടെ ആ പ്രോട്ടോൺസിനെ റിലീസ് ചെയ്യില്ല ലുമനിലേക്ക്. അപ്പം ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും ക്ലാസിഫിക്കേഷൻ, കാണാതെ പഠിക്കേണ്ടി വരില്ല. ഓക്കെ. അപ്പം ഡ്രഗ്സ് ഫോർ പെപ്റ്റിക് അൾസേഴ്സ് ഇതിനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. 4 ആയിട്ട്. ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നവര്, ഗ്യാസ്ട്രിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യുന്നവർ, നമ്മൾ അന്റാസിഡ് നമ്മൾ പറയും. പിന്നെ അൾസർ പ്രൊട്ടക്ട് ചെയ്യുന്നവര്, അൾസർ പ്രൊട്ടക്റ്റീവ്സ്, അതായത് നമ്മുടെ അൾസർ വരാതെ നമ്മുടെ മ്യൂക്കോസ് ലൈനിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യുന്നവര്. അടുത്തത് ആന്റി H. പൈലോറി റെജിമെന്റ്സ് അല്ലെങ്കിൽ ഡ്രഗ്സ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം മനസ്സിലായോ? ഇനി ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ ഇൻഹിബിറ്റേഴ്സിനെയാണ് നമ്മൾ നേരത്തെ മെക്കാനിസം വഴി നമ്മൾ പഠിച്ചത്. എന്താണ് പറഞ്ഞേ? ഒന്ന് ഞാൻ പറഞ്ഞു H2 ആന്റി ഹിസ്റ്റമിൻസ് അല്ലേ? H2 റിസപ്റ്റേഴ്സിൽ ആക്ട് ചെയ്യുന്ന ഹിസ്റ്റമിനെതിരായിട്ടുള്ള ഡ്രഗ്സ് H2 ആന്റി ഹിസ്റ്റമിൻസ്. അതാണ് സിമെറ്റിഡിൻ, റാനിറ്റിഡിൻ, സമോറ്റിഡിൻ, റോക്സാറ്റിഡിൻ. എല്ലാം ടിഡിൻ അല്ലേ? ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും, പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ വായിക്കണം. അടുത്തത് ഞാൻ പറഞ്ഞു കോളിനർജിക്സ്. അതായത് കോളിനർജിക്സ് എന്താ ചെയ്യുക? സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ അവർക്കെതിരായിട്ട് ആന്റി കോളിനർജിക്സ് നമ്മൾ കൊടുക്കണം. ഏതൊക്കെയാ? പൈറൻസെപ്പിൻ, പ്രൊപ്പാൻതെലിൻ, ഓക്സിഫെനോണിയം. ഇവരാണ് ആന്റി കോളിനർജിക്സ്. ഇതിപ്പോ ഞാൻ ഇപ്പൊ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങൾ എഴുതി പഠിക്കുക തന്നെ വേണം. അടുത്ത പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ഏതൊക്കെയാണ്? ഒമിപ്രസോൾ, ഈസോമെപ്രാസോൾ, പാൻഡപ്രസോൾ, ലാൻസപ്രസോൾ, റാബിപ്രസോൾ, ഡെക്സ്റാബിപ്രസോൾ. നിങ്ങൾ അതിന്റെ ഒമിപ്രസോളും പാൻഡിപ്രസോളും ഒക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഡ്രഗുകളായിരിക്കും അല്ലേ? ഇനി പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ് ആണ്, അത് ഓർക്കണം. കാരണം പ്രോസ്റ്റാഗ്ലാൻഡിൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? പ്രോസ്റ്റാഗ്ലാൻഡിൻ ഇൻഹിബിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അനലോഗ് ആണ് കൊടുക്കേണ്ടത്, മിസോപ്രോസ്റ്റോൾ. ഓക്കെ. ഇനി ഗ്യാസ്ട്രിക് ആസിഡ് ന്യൂട്രലൈസേഴ്സ്, അതായത് അന്റാസിഡുകൾ. നമ്മുടെ ഇതിനുള്ളിലുള്ള ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യുന്നു ഒരു ആൽക്കലൈൻ കാര്യങ്ങൾ വെച്ചിട്ട്. നമുക്കൊന്നെങ്കിൽ സിസ്റ്റമിക് ആയിട്ട് ചെയ്യാം, അതായത് നേരെ ബ്ലഡിലേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഓറൽ റൂട്ട് വഴി നോൺ സിസ്റ്റമിക് ആയിട്ട് കൊടുക്കാം. ഏതൊക്കെയാണ് സിസ്റ്റമിക് ആയിട്ട് കൊടുക്കുന്നത്? സോഡിയം ബൈകാർബണേറ്റും സോഡിയം സിട്രേറ്റും. നോൺ സിസ്റ്റമിക് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ട്രൈസിലിക്കേറ്റ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, മെഗാൽഡ്രേറ്റ്, കാൽഷ്യം കാർബണേറ്റ്. ഇനി കമ്മിങ് ടു ദ അൾസർ പ്രൊട്ടക്റ്റീവ്സ്, മ്യൂക്കോസൽ ലൈനിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സുക്രാൽഫേറ്റ് ഉണ്ട്, കൊളോയിഡൽ ബിസ്മുത്ത്, സബ്സിട്രേറ്റ് ഉണ്ട്. കമ്മിങ് ടു ദി ആന്റി H. പൈലോറി റെജിമെന്റ് അല്ലെങ്കിൽ ഡ്രഗ്സ്, അവരാണ് അമോക്സിലിൻ, ക്ലാരിത്രോമൈസിൻ, മെട്രോണിഡസോൾ, ടിനിഡസോൾ, ടെട്രാസൈക്ലിൻ, ആന്റി കൊളോയിഡൽ ബിസ്മുത്ത് സബ്സിട്രേറ്റ്.
മനസ്സിലായോ? പിന്നെ നിങ്ങൾ നന്നായിട്ട് ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ട് വേണം ഇനി ബാക്കി നമുക്ക് കിടക്കാൻ. അതിൽ ആദ്യം വരുന്നതാണ് ആസിഡ് സപ്രസൻസ്. എന്താണ് ആസിഡ് സപ്രസൻസ്? അതിൽ ആദ്യം വരുന്നതാണ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത് അവരാണ് ദ മോസ്റ്റ് പൊട്ടൻറ്റ് ആസിഡ് സപ്രസൻസ്. അതെപ്പോഴും ഓർമ്മയിലുണ്ടാകും. ആ ഡ്രഗുകൾ ഏതൊക്കെയാണ്? ഒമിപ്രസോള്, പാൻഡപ്രസോള്, ഇസോമിപ്രസോള്. അതൊക്കെ ഒരു ഡോസ് എങ്ങനെയാണ്? 30 to 60 minutes ബിഫോർ മീൽസ് നമ്മളത് എടുക്കണം. 30 മുതൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുമ്പ് വരെ നമ്മൾ എടുക്കണം എന്ന് പറയുന്നത് എന്തിനാണ്? ഭക്ഷണത്തിന് മുമ്പ്. കാരണം ഫുഡ് ഇൻടേക്കുമായിട്ട് അത് ഇന്ററാക്ട് ചെയ്യും. അപ്പോൾ ബയോ അവൈലബിലിറ്റി കുറയും. എന്താ ബയോ അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലേക്ക് കയറുന്ന ഡ്രഗ് അബ്സോർബ് ചെയ്തെടുക്കാനുള്ളതിൻ്റെ ഇത് കുറയും. ഇനി മെറ്റബോളിസം എങ്ങനെയാണ്? CYP2C90, സൈറ്റോക്രോം P2C90 നമ്മുടെ ലിവറിലെ ഒരു റിസപ്റ്ററാണ്. അവിടെ പോയിട്ട് ബൈൻഡ് ചെയ്താണ് മെറ്റബോളിസം. അതുപോലെ സൈറ്റോക്രോം P3A4. അപ്പം അതുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഡ്രഗുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ക്ലോപ്പിഡോഗ്രിൽ അല്ലേ? അപ്പോൾ ക്ലോപ്പിഡോഗ്രിലായിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഒരു ഇന്ററാക്ഷൻ, ഡ്രഗ് ഇന്ററാക്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെച്ചോണം, ഒരു കാരണവശാലും ക്ലോപ്പിഡോഗ്രിൽ കൊടുക്കുന്ന പേഷ്യൻസിന് ഒമിപ്രസോൾ കൊടുക്കരുത്. കാരണം ഡ്രഗ് ഇന്ററാക്ഷൻ ഉണ്ട്. പിന്നെ വാട്ട് ആർ ദ സൈഡ് എഫക്ട്സ് ഓഫ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്? ഹെഡേക്ക്, ഡയേറിയ, ഹൈപ്പർ ഗ്യാസ്ട്രിനീമിയ, ഓസ്റ്റിയോപോറോസിസ്, ക്ലോസ്ട്രീഡിയം ഡിഫിസൈൽ ഇൻഫെക്ഷൻ, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, ഹൈപ്പോ മഗ്നീസീമിയ. ലോങ് ടേം ആയിട്ട് നമ്മളിത് യൂസ് ചെയ്ത് എന്താ പ്രശ്നം? ഇൻക്രീസ്ഡ് ഗ്യാസ്ട്രിക് കാർസിനോയിഡ് റിസ്ക്. കാരണം ഹൈപ്പർ ഗ്യാസ്ട്രിനീമിയ മൂലം. ഇനി H2 റിസപ്റ്റർ ബ്ലോക്കേഴ്സ്. അവർ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സിന്റെ അത്ര എഫിഷ്യന്റ് അല്ല. അവരെന്താ ചെയ്യുക? അവരുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താ? H2 റിസപ്റ്റേഴ്സ്, പരൈറ്റൽ സെല്ലിലുള്ള H2 റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യാനുള്ളതാണ്. അതുവഴി ആസിഡ് സെക്രീഷൻ കുറയ്ക്കുക. ഏതൊക്കെയാണ് ഡ്രഗ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്? റാനിറ്റിലിൻ, ഫെമോറ്റിലിൻ ആൻഡ് സിമറ്റിലിൻ. അതിൽ റാനിറ്റിലിൻ നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇതിന് കാരണം അതിൽ കാർസിനോജനിക് ആയ കോമ്പൗണ്ടുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി സൈഡ് എഫക്ട്സ്. സിമറ്റിലിന്റെ സൈഡ് എഫക്ട്സ് ആണ് ആന്റി ആൻഡ്രോജനിക്. ആൻഡ്രോജൻ എന്ന് പറഞ്ഞാൽ മെയിൽ സെക്സ് ഹോർമോൺ ആണ്. അപ്പൊ ആന്റി ആൻഡ്രോജനിക് എന്ന് പറഞ്ഞാൽ മെയിൽ സെക്സ് ഹോർമോണിനെതിരായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? ഗൈനക്കോമാസ്റ്റിയ, ഇൻക്രീസ്ഡ് ബ്രസ്റ്റ് ഇൻ മെയിൽസ്. പിന്നെ ഇമ്പോർട്ടൻസ്. അതുപോലെ സൈറ്റോക്രോം P450 ഇൻഹിബിറ്റർ. അപ്പൊ എന്ത് പറ്റും? ഇൻക്രീസ്ഡ് വാർഫാറിൻ, ഫെനറ്റോയിൻ, തിയോഫിൽ. അപ്പം ഇവരായിട്ടൊക്കെ ഡ്രഗ് ഇന്ററാക്ഷൻസ് വരുന്നുണ്ട്. പിന്നെ റാനിറ്റിലിൻ ഞാൻ പറഞ്ഞു NDMA ഇമ്പ്യൂരിറ്റി, അതായത് കാർസിനോജനിക് റിസ്ക് ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ അത് യൂസ് ചെയ്യാറില്ല. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഗ്രൂപ്പാണ് അന്റാസിഡ്സ്, ന്യൂട്രലൈസ് ചെയ്യുന്നവർ. അവരുടെ ആക്ഷൻ എന്താ? ഗ്യാസ്ട്രിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാന്നുള്ളത്. ഡ്രഗ് ആക്ടിന് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, കോൺസ്റ്റിപ്പേഷൻ യൂസ് ചെയ്യുന്നു. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അല്ല, അലൂമിനിയം ഹൈഡ്രോക്സൈഡ് കോൺസ്റ്റിപ്പേഷൻ യൂസ് ചെയ്യല്ല. ഈ അന്റാസിഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ വരാം. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അത് യൂസ് ചെയ്ത് നമുക്ക് ഡയേറിയ വരാം. ഇനി സോഡിയം ബൈകാർബണേറ്റ്, റിസ്ക് ഓഫ് മെറ്റബോളിക് ആൽക്കലോസിസ് ആൻഡ് ഓൾസോ മിൽക്ക് ആൽക്കലി സിൻഡ്രോം. സോഡിയം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. ഇനി ഇന്ററാക്ഷൻസ് എന്തൊക്കെയാണ്? ഡിക്രീസ് ദി അബ്സോർപ്ഷൻ ഓഫ് ടെട്രാസൈക്ലിൻ ആൻഡ് ഫ്ലൂറോകിനോൺസ്. നിങ്ങൾ ആലോചിച്ച് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് കോൺസ്റ്റിപ്പേഷൻ, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഡയേറിയ ഉണ്ടാക്കും. ഇത് രണ്ടും ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൗണ്ടറാക്ട് ചെയ്ത് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കൊടുക്കാൻ പറ്റും. ഇനി അടുത്തത് മ്യൂക്കോസൽ പ്രൊട്ടക്റ്റൻസ്. അതിൽ വരുന്നതാണ് സുക്രാൽഫേറ്റ്, മിസോപ്രോസ്റ്റോൾ, അതൊരു പ്രോസ്റ്റാഗ്ലാൻഡിന്റെ അനലോഗ് ആണ്. പിന്നെ വരുന്നത് ബിസ്മുത്ത് സബ്സാലിസിലേറ്റ്, അതായത് ക്വാഡ്രപ്പിൾ തെറാപ്പി നമ്മൾ യൂസ് ചെയ്യും. സുക്രാൽഫേറ്റിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് അസിഡിക് pH പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വിസ്കസ് ജെല്ലായിട്ട് അത് ആക്ട് ചെയ്യും. അതെന്ത് ചെയ്യും? അൾസർ വരാതെ പ്രൊട്ടക്ട് ചെയ്യും. ഇനി അതിന്റെ സൈഡ് എഫക്ട് എന്താണ്? കോൺസ്റ്റിപ്പേഷൻ. കമ്മിങ് ടു ദ മിസോപ്രോസ്റ്റോൾ, ദാറ്റ് ഇസ് ദ പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്. അവര് മ്യൂക്കസിനെ ബൈകാർബണിനെ ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ദ ആസിഡ് സെക്രീഷൻ. ഈ രണ്ട് കാര്യങ്ങൾ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ മ്യൂക്കോസൽ എപ്പിത്തീലിയത്തിനെ പെപ്റ്റിക് അൾസറിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും. പിന്നെ നമ്മൾ NSAID ഇൻഡ്യൂസ് ചെയ്യുന്ന അൾസേഴ്സിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക, മിസോപ്രോസ്റ്റോൾ. സൈഡ് എഫക്ട്സ് ആർ ഡയേറിയ, യൂട്രൈൻ കൺട്രാക്ഷൻസ്, കൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി. കേട്ടോ, യൂട്രൈൻ കൺട്രാക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രഗ്നൻസി സമയത്ത് നമ്മൾ ഇത് യൂസ് ചെയ്യാറില്ല, മിസോപ്രോസ്റ്റോൾ. ഇനി ബിസ്മുത്ത് സബ്സാലിസിലേറ്റ്, ബാക്ടീരിയസൈഡൽ വേഴ്സസ് H. pylori. അത് അൾസറിനെ കോട്ട് ചെയ്യുക ചെയ്യുക. ശരിക്കും സൈഡ് എഫക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ടങ്, ബ്ലാക്ക് സ്റ്റൂൾസ്, രണ്ടും ഹാംലെസ് ആണ്. കമ്മിങ് ടു ദ H. pylori ഇറാഡിക്കേഷൻ. H. pylori എന്ന് പറഞ്ഞാൽ
ഞാൻ പറഞ്ഞു 80% ഗ്യാസ്ട്രിക്കും 90% ഡ്യൂഡിനൽ അൾസേഴ്സിനും കാരണം എച്ച് പൈലോറി ഇൻഫെക്ഷനാണ്. നമ്മൾ ആദ്യം കൊടുക്കുക ട്രിപ്പിൾ തെറാപ്പിയാണ്. ഒരു പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ നമ്മൾ കൊടുക്കും, കൂടെ ക്ലാരിത്രോമൈസിൻ കൊടുക്കും, കൂടെ ഒരു അമോക്സിലിനോ മെട്രോണിഡസോളോ കൊടുക്കും. ഇതാണ് ട്രിപ്പിൾ തെറാപ്പി എന്ന് പറയുന്നത്, ട്രിപ്പിൾ റിജിമൻ. പിന്നെ വരുന്നതാണ് ക്വാഡ്രപ്പിൾ തെറാപ്പി. ഒരാളും കൂടെ കൂടും. പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ഉണ്ട് നേരത്തെ പോലെ തന്നെ, പിന്നെ ബിസ്മുത്ത് ഉണ്ട്, പിന്നെ ടെട്രാസൈക്ലിൻ മെട്രോണിഡസോൾ. ഇവർ 4 പേര് കൂടി കൂടുന്നതാണ് ക്വാഡ്രപ്പിൾ തെറാപ്പി. മനസ്സിലായി? ഇനി NSAID നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞത് ആൻസർ. അപ്പം ഹൈ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രീവിയസ് ആയിട്ട് അൾസർ വന്നവര്, ലോങ് ടേം ആയിട്ട് NSAID യൂസ് ചെയ്യുന്നവര്, പിന്നെ കോർട്ടിക്കോസ്റ്റെറോയിഡ് യൂസ് ചെയ്യുന്നവർ, ഇവർക്കൊക്കെയാണ് വരാൻ സാധ്യത കൂടുതൽ. പ്രിവെൻഷൻ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്, അതുപോലെ തന്നെ മിസോപ്രോസ്റ്റോൾ യൂസ് ചെയ്യുക. ഇനി ട്രീറ്റ്മെന്റ് എന്താണ്? പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ഈസ് പ്രിഫേർഡ് ഫോർ ഹീലിംഗ് ആൻഡ് പ്രിവെൻഷൻ ഇൻ ക്രോണിക് NSAID യൂസ്. പിന്നെ സുള്ളിംഗർ എലിസൺ സിൻഡ്രോം എന്നൊരു സിൻഡ്രോം ഉണ്ട്. റിക്കറന്റ് ആയിട്ട് സിവിയർ അൾസേഴ്സ് വരിക, കൂടെ ഡയറിയ വരിക. ഇതിനെയാണ് സുള്ളിംഗർ എലിസൺ സിൻഡ്രോം എന്ന് പറയുക. ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ആണ്. ഹൈ ഡോസിലുള്ള നമ്മൾ ഒമിപ്രസോളോ പാൻറ്റോപ്രസോളോ കൊടുക്കും. ഇനി കമ്മിങ് ടു നോൺ ഫാർമക്കോളജിക്കൽ മെഷേഴ്സ്, NSAIDs ഒഴിവാക്കുക, സ്മോക്കിംഗ്, ആൽക്കഹോൾ ഒഴിവാക്കുക, പിന്നെ സ്മോൾ ഫ്രീക്വന്റ് മീൽസ്, അടുപ്പിച്ച് ഭക്ഷണം കഴിക്കാതെ ചെറുതായിട്ട് കുറച്ചായിട്ട് ഭക്ഷണം കഴിക്കുക, പിന്നെ സ്പൈസി ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെയാണ്. പക്ഷേ ഇതൊക്കെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയ സെന്റൻസ് ആണ്, ശരിയായി നടക്കൂലെന്നും അറിയത്തില്ല. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫസ്റ്റ് ലൈൻ ഫോർ എച്ച് പൈലോറി ട്രിപ്പിൾ തെറാപ്പിയാണ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ പ്ലസ് നമ്മൾ 2 ആന്റിബയോട്ടിക് പറഞ്ഞു, മെട്രോണിഡസോൾ ഓർ അമോക്സിലിൻ, പിന്നെ ക്ലാരിത്രോമൈസിൻ. പിന്നെ മിസോപ്രോസ്റ്റോൾ എന്തിനു പറഞ്ഞു? NSAID ഇൻഡ്യൂസ്ഡ് അൾസേഴ്സിന്, കോൺട്രാ ഇൻഡിക്കേറ്റിന് പ്രഗ്നൻസി, കാരണം യൂട്രൈൻ കൺട്രാക്ഷൻസ് കാരണം. പിന്നെ സിമറ്റിനിൻ അവോയ്ഡ് വിത്ത് വാർഫാറിൻ, ഫെനിറ്റോയിൻ, കാരണം CYP450 ഇൻഹിബിഷൻ ഉള്ളതുകൊണ്ട്. പിന്നെ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ആണ് ദ മോസ്റ്റ് പോട്ടന്റ് ആസിഡ് സപ്രസൻസ്. നമ്മൾ അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണത്തിന് മുമ്പ് എടുക്കണം, കാരണം ബയോ അവൈലബിലിറ്റി നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. I think you understand the class. Thank you.